ഇന്ന് ബീഫ് കൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ബീഫ് ഫ്രൈ ആണ്, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ബീഫ് വാങ്ങാനായിട്ട് ഷോപ്പിൽ വന്നേക്കാണ്. 1 കിലോ ഫ്രഷ് ബീഫിന് 11 റിയാലാണ് ഇവിടെ, ഏകദേശം 250 രൂപ നാട്ടിലെ. അങ്ങനെ ബീഫ് വാങ്ങിയിട്ട് നേരെ റൂമിൽ പോകാൻ കേട്ടോ. അങ്ങനെ റൂമിലെത്തിയിട്ട് ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ ഈ ബീഫ് ഉണ്ടാക്കുന്നതിലെ മെയിനായിട്ടെന്ന് പറയുന്നത് ഈ മുളകാണ്. ഉണക്കമുളക്, അങ്ങാടി മുളക് എന്നൊക്കെ ഇതിനെ പറയും. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും പിന്നെ പെരിഞ്ചീരകവും ചേർത്ത് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് അരക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. പിന്നെ ഇതിലേക്കൊരു സവോളയും പിന്നെ ഒരു തക്കാളിയും വേണം. അത് അരിഞ്ഞിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ ബീഫ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി വേവിച്ചാൽ ചിലപ്പോൾ നല്ല സോഫ്റ്റായി പോകും. ഇവിടുത്തെ ബീഫ് സോഫ്റ്റ് ആയാൽ തീരെ ടേസ്റ്റ് ഉണ്ടായില്ല കഴിക്കാനായിട്ട്. നാട്ടിലെ പോലെയല്ല ഇവിടെ, നാട്ടിൽ സോഫ്റ്റ് ആയാലാണ് ടേസ്റ്റ്. പിന്നെ ബീഫ് ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളി ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച മസാല ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ മസാല വഴറ്റിയതിന് ശേഷം ആ വേവിച്ച വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ബീഫ് ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുമ്പോണ്ടല്ലോ നല്ല കിടില സ്മെല്ലാണ്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണം, എന്നാലേ ആ ടേസ്റ്റും സ്മെല്ലൊക്കെ നല്ല ഇതിൽ കിട്ടുള്ളൂ. പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. പിന്നെ ബീഫിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയും തക്കാളിയും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ ബീഫ് ഫ്രൈയിൽ അധികം മസാല ഒന്നും ഇട്ട് കൊടുക്കണില്ല. മീൻസ് സവാളയും തക്കാളിയും അധികം ഇടുന്നില്ല, ആകെ ഒരു സവാളയും തക്കാളിയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം 2 സവാളയും 2 തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് ഇത്ര ചെയ്യുന്നുള്ളൂ. പിന്നെ ഞങ്ങളിൽ നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നത് ആ മുളക് ഉണ്ടല്ലോ, ഉണ്ടമുളക്, അതും കുറച്ചധികം ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കുറച്ചധികം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് സ്പൈസിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അധികം സ്പൈസി വേണ്ട എന്നുണ്ടെങ്കിൽ ആ കുരുമുളക് പൊടി ഇടണ്ട, ആ ഉണ്ടമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട് കഴിക്കാനായിട്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ആദ്യം നമ്മളുണ്ടാക്കിയ ഇഞ്ചി, വെളുത്തുള്ളി, ഉണ്ടമുളക്, പിന്നെ വേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള മസാലയും പിന്നെ ഒരു തക്കാളി, ഒരു സവാള മാത്രം മതി. ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിൽ നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ബീഫാണെങ്കിലും ആ മസാല ആണെങ്കിലും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാലോ. ഞങ്ങളിപ്പോൾ ബീഫ് ഫ്രൈയുടെ കൂടെ കഴിക്കാനായിട്ട് ബിരിയാണി റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
ഒരു ബിരിയാണി റൈസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നമുക്ക് പൊറോട്ട ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും അടിപൊളി അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഒരു പ്ലേറ്റിലേക്ക് ചൂടോടെ ബിരിയാണി റൈസ് വിളമ്പിയിട്ടുണ്ട്. പിന്നെ സൈഡായിട്ട് കച്ചമ്പറുണ്ട്, പിന്നെ നാരങ്ങച്ചാറുണ്ട്. ഇനി കഴിച്ചു തുടങ്ങിയാലോ? ആ ബീഫിൽ നിന്ന് കുറച്ചെടുത്ത് ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. മസാല ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികമില്ല, ജസ്റ്റ് ഉള്ളി തക്കാളി മാത്രം കുറച്ചിട്ടിട്ടുള്ളൂ. എന്നാലും ആ മസാല നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത മസാല ഉണ്ടല്ലോ, അത് നല്ല സ്പൈസിയാണ്. അത് കൂടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ബീഫിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ആ ചോറിൽ വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഒരുപാട് വേവിച്ചിട്ടില്ല കേട്ടോ ഈ ബീഫ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. ഇവിടുത്തെ ലോക്കൽ ബീഫാണ്, ഫ്രഷാണ് സംഭവം. പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ ആ വേവാത്തൊരു ഫീല് കിട്ടില്ല, കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുമ്പോൾ. ഇപ്പോൾ കുറച്ച് ഹാർഡാണ് കിട്ടാനായിട്ട്, പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ അത് ഫീൽ ചെയ്യില്ല കേട്ടോ. ഒരു പീസ് എടുത്ത് വെച്ചിട്ട് ആ ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ആ മസാല ഒരു രക്ഷയില്ല കേട്ടോ. ആ ബീഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് വേവാത്തൊരു ഫീല് കിട്ടില്ല. മസാല കുറച്ച് സ്പൈസിയാണ്. കുറച്ച് ആ കച്ചമ്പറും കൂട്ടിയിട്ടും കഴിച്ചു നോക്കാം കേട്ടോ. ഈ സ്പൈസിയുടെ കൂടെ കച്ചമ്പറും പിന്നെ അച്ചാറും കൂടി കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. നല്ല ചൂടാണ് ബീഫാണെങ്കിലും റൈസാണെങ്കിലും. സംഭവം അടിപൊളിയുണ്ടോ കഴിക്കാനായിട്ട്. ആ കച്ചമ്പറും അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ മസാല ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മുളകിൻ്റെ സ്പൈസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും എല്ലാം കൂടി കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്പൈസി അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുരുമുളക് പൊടി ഇടണ്ട, ജസ്റ്റ് ആ മുളക് മാത്രം മതി. സംഭവം എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ കഴിക്കാനായിട്ട്. ആ ബീഫ് കുറച്ച് സ്പൈസ് ഉണ്ടെങ്കിൽ തന്നെ രസമുള്ളൂ കഴിക്കാൻ. സംഭവം ഒരു വെറൈറ്റിയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഐറ്റം കഴിക്കുന്നത്, ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് 7 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക. വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അധികമൊന്നും കഴിക്കാൻ പാടില്ല. ഇപ്പം ഞങ്ങൾ ഏകദേശം കഴിക്കുമ്പോൾ 12 മണി ആവാനായിട്ടുണ്ട് ടൈം. ബിരിയാണി കഴിക്കാനായിട്ട് നമ്മൾ മലയാളികൾക്ക് നേരവും കാലമൊന്നുമില്ല, ഏത് ടൈമിൽ കിട്ടിയാലും ബിരിയാണി അടിച്ചു കയറ്റും. എന്താ അല്ലേ? അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.